ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ജാക്ക് ആൻഡ് ജോക്കർ എന്ന സീരീസിൻ്റെ 5ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡ് എൻഡിങ് നമ്മൾ കണ്ടത് നമ്മുടെ ജോക്കറാണെങ്കിൽ തിരിച്ച് ആ ഒരു മോതിരമെല്ലാം ഏൽപ്പിക്കാമെന്ന് കരുതിയിട്ട് നേരെ നമ്മുടെ അരാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് വരുന്നതായിരുന്നു. അങ്ങനെ ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ടിങ് കാണിക്കുന്നത് നമ്മുടെ അരാനുള്ള ആ റൂമിലേക്ക് നമ്മുടെ ജോക്കർ കയറി വരുന്നതാണ്. വരുമ്പോൾ തന്നെ ടാറ്റുവിനെയും ഹൂവിനെയും അവിടെ കെട്ടിയിട്ടേക്കുന്നത് അവന് കാണാൻ സാധിക്കുന്നുണ്ട്. ആ സമയം അവിടെ സൈഡിലായിട്ട് ഹോപ്പും 2-3 ബോഡി ഗാർഡ്സൊക്കെ നിൽപ്പുണ്ട്. ആ സമയം അവനാണെങ്കിൽ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാനായിട്ട് വന്നതാണ്, നിങ്ങളെൻ്റെ ഫ്രണ്ട്സിനെ വിട്, നിനക്ക് വേണ്ടത് നിൻ്റെ ആ ഒരു മാലയല്ലേ, അത് ഞാൻ കണ്ടുപിടിച്ച് തരാമെന്ന് പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും. ആ സമയം അരാൻ ഓക്കെ, നീ ആദ്യം കണ്ടുപിടിച്ചതാ, നിനക്ക് നിൻ്റെ ഫ്രണ്ട്സിനെ വേണ്ടേ കൊണ്ടുപോയിക്കോളാനും പറയുന്നുണ്ട്. അതേസമയം അവൻ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കെട്ടടിക്കാൻ പോകുന്ന സമയത്ത് അവനെയും പിടിച്ച് നിർത്തി ബോഡി ഗാർഡ് ചിലർ അടിച്ച് അങ്ങൊരു പരുവൊക്കെയാണ്. ഹോപ്പും ഒരു ഡ്രിങ്ക്സിൻ്റെ ബോട്ടിലെടുത്ത് ജോക്കറിൻ്റെ തലയ്ക്കൊക്കെ അടിക്കുന്നുണ്ട്. അങ്ങനെ ആ ഫുള്ളിങ് ബ്ലഡൊക്കെ വന്നിരിക്കുകയാണ്. ഇതേ ടൈമിന് ജോക്കറിൻ്റെ ദേഹം മുഴുവൻ സെർച്ച് ചെയ്യുന്ന ടൈമിന് നമ്മുടെ അരാൻ്റെ നെക്ലേഴ്സിന് പകരം നമ്മുടെ ജാക്കിൻ്റെ ആ ഒരു പാരൻസിൻ്റെ വെഡ്ഡിങ് റിംഗ് കിട്ടുകയാണ്. ഇത് കണ്ടിട്ട് ഹോപ്പാണെങ്കിൽ അപ്പം ഇതൊന്നും എടുത്ത നീയാണല്ലേ, അപ്പം പിന്നെ നിൻ്റെ അടുത്ത് എടുക്കാൻ മിക്കവാറും പറഞ്ഞ ജാക്കായിരിക്കുമല്ലോ, അവന് നിൻ്റെ അടുത്ത് നല്ല ബന്ധം കാണുമല്ലോ എന്നൊക്കെ പറയാണ്. ഈ സമയം ജോക്കർ ജാക്കിന് തൊട്ട് യാതൊരു ബന്ധവുമില്ല, അവനൊന്നും ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഹോപ്പ് അത് വിശ്വസിക്കുന്നില്ല. ഹോപ്പ് അങ്ങനെ ജാക്കിനെ വീഡിയോ കോൾ ചെയ്യാണ്. ഇതേ സമയം ഈ കാര്യങ്ങളൊന്നും അറിയാതെ നമ്മുടെ ജാക്കാണെങ്കിൽ വീഡിയോ കോൾ വരുന്ന കണ്ടിട്ട് അത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഫസ്റ്റ് തന്നെ ആ വീഡിയോ കോളിൽ നമ്മുടെ ബ്ലഡൊക്കെ വലിച്ചിരിക്കുന്ന ജോക്കറിനെയാണ് കാണിക്കുന്നത്. അത് കണ്ടാൽ തന്നെ നമ്മുടെ ജാക്കിന് നീ അവരുടെ അടുത്ത് പോയിട്ട് മോതിരം തിരിച്ചു കൊടുത്തോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ ടൈമിന് നമ്മുടെ ഹോപ്പ് ഓഹോ അപ്പം നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാമല്ലേ, അതറിയാൻ വേണ്ടി തന്നെയാണ് വിളിച്ചത്, ഇപ്പം എല്ലാം മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ട് മര്യാദയ്ക്ക് ബാക്കി സ്വർണ്ണമൊക്കെ എവിടെയും ചോദിക്കുകയാണ്. ആ സമയം ജാക്കാണെങ്കിൽ എനിക്കറിയത്തില്ല, സത്യമായിട്ട് എനിക്കറിയത്തില്ലെന്ന് ഞാൻ എല്ലാം എടുത്തതെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഹോപ്പ് വിശ്വസിക്കുന്നില്ല. എന്നിട്ട് ആ ഒരു വീഡിയോ കോൾ ഇരുന്നുകൊണ്ട് തന്നെ നമ്മുടെ ജോക്കറിൻ്റെ അടുത്തും ജാക്കിൻ്റെ അടുത്തും അരാൻ്റെ ആ ഒരു നെക്ലേസ് എവിടെയും ചോദിക്കുകയാണ്. ആ സമയം നമ്മുടെ ജാക്കിന് പ്രശ്നം ഉണ്ടാകുമെന്ന് മനസ്സിലായിട്ട് ജോക്കർ അത് ആക്ച്വലി വിറ്റു, പക്ഷേ അത് തിരിച്ചെടുക്കണമെങ്കിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം, ഇല്ലെങ്കിൽ അത് തിരിച്ച് കിട്ടത്തില്ല, മിക്കവാറും അതിപ്പോൾ വേറെ സെയിലിന് വേണ്ടിയിട്ട് ഓപ്ഷനിൽ വെച്ചിട്ടുണ്ടായിരിക്കും, അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്ലാൻ ചെയ്ത് എല്ലാം ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അവരും സമ്മതിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ജാക്കും ജോക്കർ ഇപ്പോൾ ഉള്ള നമ്മുടെ അരാൻ്റെ ആ റൂമിലേക്ക് വരികയാണ്. അങ്ങനെ അവിടെ എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും കൂടെ പ്ലാൻ ചെയ്യാനായിട്ടിരിക്കുകയാണ്. അതായത് എല്ലാവരും കൂടെ നമ്മുടെ ടാറ്റുവും അരാനും ഹോയും ഹോപ്പും ജാക്കും ജോക്കറും ഒക്കെ. അപ്പോൾ നമ്മുടെ ജോക്കറാണെങ്കിൽ ഞാൻ അന്വേഷിച്ചു, ഇപ്പോൾ ആ ഒരു നെക്ലേസ് ആണെങ്കിൽ ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു അണ്ടർഗ്രൗണ്ട് ഓപ്ഷനിൽ ഇരിക്കാൻ പോവാണ്. ആ ഓപ്ഷനിലാണെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരും ഭയങ്കര മില്യണേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ വരത്തുള്ളൂ. പ്രൈവറ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്, അതിൽ കയറിപ്പെടാൻ പാടാണ്. അതുകൊണ്ട് തന്നെ അരാൻ ഒരു മില്യണേറായിട്ട് അങ്ങോട്ടേ കയറി ചെല്ലുമെന്ന് പറയുന്നുണ്ട്. ഇതേട്ടത് അരാരൊക്കെ ഞെട്ടാണ്. കൂടെ ടാറ്റും ഹോയും ഞെട്ടിയിട്ട് അവനെ എന്തിനാ വേണ്ട, ഞങ്ങളെ വിട്ടാൽ പോലെ, ഞങ്ങൾക്ക് അഭിനയിക്കാൻ അറിയാമല്ലോ എന്ന് പറയാണ്. ആ സമയം ജോക്കറാണെങ്കിൽ അത് വേണ്ട, നിങ്ങളെ രണ്ടെണ്ണത്തിൻ്റെ ലുക്ക് കണ്ടു കഴിഞ്ഞാൽ നീയൊക്കെ മില്യണയർ ആണെന്ന് പറയത്തില്ല എന്ന് പറയുന്നുണ്ട്. ഈ സമയം ജാക്കാണെങ്കിൽ നിനക്ക് കയറിക്കൂടെ, നീയല്ലേ എപ്പോഴും വേഷം മാറി വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ജോക്കർ അത് പറ്റത്തില്ല, ജയിലിലായിരുന്ന സമയത്ത് എനിക്ക് 2 ശത്രുക്കളുണ്ടായിരുന്നു, അവന്മാർ ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഇവൻറ്റിൽ എത്ര വേഷം മാറിപ്പോയാലും അവന്മാർ കണ്ടുപിടിക്കാൻ പറ്റും, സോ ഞാൻ അതിൽ കയറത്തില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അരാൻ്റെ അടുത്ത് തന്നെ റെഡിയായി ഇറങ്ങാൻ പറയുന്നുണ്ട്. അരാന് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അവനും സമ്മതിക്കുകയാണ്. ആ സമയം നമ്മുടെ ജാക്കാണെങ്കിൽ ഇനി നമുക്ക് പ്ലാനൊക്കെ ആലോചിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് കുറച്ച് കഴിഞ്ഞ് ജോക്കർ അവനെ നേരത്തെ അടിച്ചതുകൊണ്ട് തന്നെ ആ ഒരു മുറിയിലെല്ലാം മരുന്ന് വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ സമയത്ത് നമ്മുടെ ജാക്ക് വന്നിട്ട് നമ്മുടെ ജോക്കറിന് അവൻ്റെ ആ ഒരു കുറുക്കിൻ്റെ ഭാഗത്തൊക്കെ വയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവിടെയൊക്കെ മരുന്ന് വെച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന നൈറ്റ് ടൈമിൽ ഹോപ്പാണെങ്കിൽ സേവിനെ കോൾ ചെയ്തിട്ട് നീ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ആ ഫുഡൊക്കെ കഴിച്ചോന്നൊക്കെ ചോദിക്കുന്നതാണ്. അതേപോലെ സേവാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്ലാൻ വല്ലതും വേണോ, എനിക്ക് ടെൻഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഹോപ്പാണെങ്കിൽ നീ ടെൻഷൻ ആവാതിരിക്കുക, കുഞ്ഞിൽ നീ എപ്പോഴും പ്രശ്നത്തിൽ ചെന്ന് വിടുമ്പോൾ നിന്നെ ഞാനല്ലേ ഹെൽപ്പ് ചെയ്തുകൊണ്ട്, ഇതൊക്കെ എനിക്ക് സിമ്പിൾ കാര്യമാണ്, ഞാൻ ഈസി ആയിട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പിന്നെ കോള് കട്ടിയാണ്. അതിനുശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം നമ്മുടെ അരാനൊക്കെ ആണെങ്കിൽ ഭയങ്കര റിച്ചായിട്ടുള്ളൊരു പയ്യനായിട്ട് ആ ഒരു സ്ഥലത്തേക്ക് എത്തുന്നതാണ്. അവൻ 2 ബോഡി ഗാർഡ്സായിട്ട് തൊട്ടടുത്ത് അവൻ ജാക്കും ഉണ്ട്, പിന്നെ ഹോപ്പും ഉണ്ട്. അതേപോലെ തന്നെ ആ ഒരു ഓപ്ഷൻ നടക്കുന്നതിന് മറ്റൊരു ഏരിയയിൽ ആരും ഇല്ലാത്തൊരു സ്ഥലത്തായിട്ട് വണ്ടിക്കകത്ത് നമ്മുടെ ജോക്കറും ടാറ്റും ഹോയും കൂടെ ആയിട്ട് അവർക്ക് ആവശ്യമുള്ള സംഭവങ്ങളെല്ലാം സെറ്റാക്കിയിട്ട് പിന്നെ ഒരു ഇയർഫോണിൽ നമ്മുടെ ജാക്കുമായിട്ട് സംസാരിക്കാനായിട്ട് ഫുള്ള് കണക്ട് ചെയ്ത് സെറ്റായിരിക്കുകയാണ്. അങ്ങനെ ഇവരകത്ത് കയറുന്ന ടൈമിന് തന്നെ നമ്മുടെ ജോക്കറാണെങ്കിൽ ഇവിടെ ഇരുന്നുകൊണ്ട് ആർക്കും ഡൗട്ടൊന്നും
ഒന്നും തോന്നിയേക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം അകത്ത് കയറുന്ന സമയത്ത് 2 സെക്യൂരിറ്റീസ് നിൽപ്പുണ്ട്, പേര് മാത്രം ചെക്ക് ചെയ്തിട്ട് അകത്തേക്ക് കയറ്റി വിടാൻ. അങ്ങനെ ആ ഒരു സെക്യൂരിറ്റീസ് നമ്മുടെ അരാനെയൊക്കെ കണ്ടിട്ട് ഇത് ചില ഗസ്റ്റുകൾ, അതായത് ഇൻവൈറ്റഡ് ഗസ്റ്റുകൾക്ക് മാത്രം പോകാനുള്ള ഒരു ഓപ്ഷനാണ്, അപ്പോൾ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ പേരൊന്ന് പറയാണ്. ആ സമയം പെട്ടെന്ന് ജോക്കറാണെങ്കിൽ ഷിങ് ഷാങ് ഷാങ് ഹാന്യൻ ഗ്രൂപ്പ് എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ ജാക്കിന് ആ ഒരു ഇയർഫോൺ വഴി. അങ്ങനെ ജാക്ക് അതിങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് ഇത് ഇന്ന ആളാണ്, ഹാന്യൻ ഗ്രൂപ്പിലാണ്, പിന്നെ ചൈനീസാണ്, ആൾക്ക് തായ് സംസാരിക്കാൻ അറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ആ ഒരു ലിസ്റ്റിൽ ആ ഒരു സെക്യൂരിറ്റി ആണെങ്കിൽ നോക്കുന്ന ടൈമിന് ഇങ്ങനെ ഒരാളുടെ പേരില്ല. അങ്ങനെ ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്ന ടൈമിന് ഒരുപാട് നേരം ഇയാളിങ്ങനെ പേരൊക്കെ മറിച്ച് നോക്കുന്നുണ്ട്. ആ സമയം ദേഷ്യം വന്ന ആരാണെങ്കിൽ തായ് സംസാരിക്കാൻ അറിഞ്ഞൂടാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തായിലാണെങ്കിൽ എന്തൊരു കഷ്ടമായി, നിനക്കൊക്കെ എന്ന് പെട്ടെന്ന് കണ്ടുപിടിച്ചിടും, പക്ഷേ ദേഷ്യം വരുന്നെന്ന് പറഞ്ഞിട്ട് അവനങ്ങ് അടിപൊളിയായിട്ട് പറയുന്നുണ്ട് തായ്. അപ്പോൾ ആ സെക്യൂരിറ്റിൻ്റെ ജാക്കിൻ്റെ അടുത്ത് ഇയാൾക്ക് തായ് സംസാരിക്കാൻ അറിഞ്ഞൂടെന്നല്ലേ നീ പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. കള്ളം പിടിക്കപ്പെട്ടെന്നുള്ള അവസ്ഥ വന്നിരിക്കുമ്പോൾ ഇതെല്ലാം നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലൂടെ നമ്മുടെ ജോക്കർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ജോക്കറിനെ പെട്ടെന്ന് ജാക്കിൻ്റെ അടുത്ത് എടാ നീ എന്തെങ്കിലും ചെയ്യുക, ആ ഒരു ഫ്ലോയിൽ അങ്ങ് കളിച്ച് പോകാനായിട്ട് പറയാണ്. ആ സമയം പെട്ടെന്ന് ജാക്കാണെങ്കിൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, തായ് സംസാരിക്കാൻ അറിഞ്ഞൂടെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ആൾക്ക് തായിലുള്ള ഫ്ലുവൻസി മറ്റുള്ളവർ മനസ്സിലാക്കാതിരിക്കാനാണ്. ഗസ്റ്റുകളുടെ മുന്നിൽ മാത്രമേ ഈ ഒരു സംസാരം, അതായത് തായ് എന്നുള്ള സംസാരം ആവശ്യമുള്ളപ്പോൾ പുറത്തെടുക്കാറുള്ളൂ. ഇപ്പോൾ നിങ്ങൾ കാരണം അത് പുറത്തെടുക്കേണ്ട സിറ്റുവേഷൻ വന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് അഭിനയിച്ച് കളിക്കുകയാണ്. ഇതേ ടൈമിന് ഇപ്പോഴും അവരകത്ത് കയറ്റി വിടുന്നില്ല. ആ സമയമാണ് അങ്ങോട്ടേ നമ്മുടെ റോസ് വരുന്നത്. റോസിനെ നിങ്ങളാരും മറന്നിട്ടുണ്ടാകത്തില്ല എന്ന് തോന്നുന്നു. നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മുടെ ജാക്കുമായിട്ട് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റൊക്കെ ആയ പെങ്കൊച്ചാണ്. നമ്മൾ റോസിനെ കണ്ടതും ജാക്ക് കൊണ്ടേ തിരികെയാണ്, ദൈവമേ അവളെന്നെ കാണല്ലേന്നും പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ അരാനും റോസും തമ്മിൽ നേരത്തെ കണക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ അരാനെ കണ്ടിട്ട് റോസ് അകത്തേക്ക് വാന്ന് പറഞ്ഞിട്ട് കയറ്റി വിടാണ്. പിന്നീട് ആ ഒരു സെക്യൂരിറ്റി നമ്മുടെ ആരാനെ ചെക്ക് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല, പകരം അരാനെയും കൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട്. ഇതേസമയം നമ്മുടെ ജാക്കാണെങ്കിൽ അവിടെ നിന്ന് മാറിയിരിക്കുകയാണ്. എന്നിട്ട് ജോക്കറിൻ്റെ അടുത്ത ഇയർഫോൺ വഴി എനിക്കറിയാവുന്ന ഒരാൾ ഇവിടെ ഉണ്ടെന്ന് പറയാണ്. ആ സമയം ജോക്കർ എങ്കിൽ അയാളുടെ കണ്ണിൽ പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് പറയുന്നുണ്ട്. ഇതേ ടൈമിന് നമ്മുടെ അരാനും റോസും കൂടെ ആയിട്ട് മറ്റൊരു ഏരിയ ചെന്നിട്ട് നമ്മുടെ റോസിൻ്റെ ഇൻവെസ്റ്ററിനെയൊക്കെ പരിചയപ്പെടുത്തിയ ശേഷം നമ്മുടെ റോസ് അരാനോട് സംസാരിക്കുകയാണ്. ആ സമയം അരാൻ അവൻ ഇട്ടേക്കുന്ന കോട്ട് മാറ്റിയപ്പോൾ നമ്മുടെ റോസും അരാനും സെയിം ടൈപ്പ് വരുന്ന ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. ലൈക്ക് സെയിം സാധനമൊന്നുമില്ല, കളറും ആ ഒരു സംഭവമൊക്കെ സെയിം ആണ്. അപ്പോൾ നമ്മുടെ റോസ് ഇത് അടിപൊളിയാണല്ലോ, എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് ചോദിച്ചിട്ട് പതുക്കെ നമ്മൾ അരാൻ ഷർട്ടിലോട്ട് പിടിച്ചപ്പോൾ ആ ഒരു ഷർട്ടിൻ്റെ ബട്ടൺസ് എല്ലാം ഇവരാണ്. അതേ നമ്മുടെ റോസ് അയ്യോ സോറി എന്നൊക്കെ പറയുന്നുണ്ട്. ഇതേ സമയം അരാനാണെങ്കിൽ അവൻ്റെ മനസ്സിൽ എനിക്കിപ്പോൾ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മോശം ഡ്രസ്സാണ് ഇട്ടേക്കുന്നതായിട്ട് അവൾ വിചാരിച്ചാലോ എന്ന് കരുതിയിട്ട് പതുക്കെ നമ്മുടെ റോസിൻ്റെ അടുത്ത് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഡ്രിങ്ക് ചെയ്യാം, ഇവിടെയുള്ള ഏറ്റവും വില കൂടിയ ഷാമ്പയിൻ തന്നെ കൊണ്ടുവരാൻ പറയാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം പെട്ടെന്ന് റോസാണെങ്കിൽ അവളുടെ കയ്യിലുള്ള പൈസ എടുത്ത് കാണിക്കാനായിട്ട് അയ്യോ ഇവിടെയുള്ള ചീപ്പ് ഷാമ്പയിനൊന്നും എനിക്ക് പറ്റത്തില്ല, അലർജിയാണ്, എൻ്റെ കയ്യിൽ നല്ല റിച്ചായിട്ടുള്ള ഒരു സംഭവം ഇരിപ്പുണ്ട്, അത് എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് അത് കൊണ്ടുവരാമെന്ന് നോക്കി ഭയങ്കര വിലയുള്ള ഐറ്റമായിരുന്നു. അപ്പോൾ നമ്മുടെ അരാനാണെങ്കിൽ മനസ്സിലായി അവളുടെ പൈസ കാണിക്കാൻ നിൽക്കുകയാണെന്നും അവൻ അവൻ്റെ പൈസ കാണിക്കാൻ നിൽക്കുകയാണെന്നും. അതിന് ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അവിടെ വന്ന ആ ഒരു ബിസിനസ് മില്യണേഴ്സും ഒക്കെ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ എന്തോ ഒരു ഹോൺ പോലത്തെ എന്തോ ഒരു സാധനമാണ് കൊണ്ടുവച്ചേക്കുന്നത്. അത് തന്നെ അവരാണെങ്കിൽ 1 ലക്ഷം 2 ലക്ഷം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ അത് റോസ് മേടിക്കണം. റോസ് 30 ലക്ഷം പറഞ്ഞിട്ട് അതിൻ്റെ മേലെ ആരും തന്നെ വില വിളിക്കാത്തതുകൊണ്ട് തന്നെ അത് അവൾക്ക് പോകുന്നുണ്ട്. രണ്ടാമത് മറ്റൊരു സാധനം കൊണ്ടുപോയി ഒരു പെയിൻറ്റിങ്. അപ്പോൾ അതിന് നമ്മളെ റോസ് ആദ്യം തന്നെ 5 മില്യൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ച് പോകുന്നുണ്ട്. അത് നമ്മൾ റോസിന് കിട്ടാണ്. മൂന്നാമത് കൊണ്ടുവച്ചത് നമ്മുടെ ഈ അരാൻ്റെ മാലയാണ്. അത് കൊണ്ടുവയ്ക്കുന്ന സമയത്ത്, അതായത് ഓരോ സാധനം കൊണ്ടുവയ്ക്കുന്ന സമയത്തും ഈ ഓപ്ഷൻ സാധനങ്ങൾ കൊണ്ടുവയ്ക്കുന്നവർ ആ ഒരു സാധനത്തെപ്പറ്റി ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അരാൻ്റെ മാല കൊണ്ടുവച്ചപ്പോഴും അവർ ഇത് മൊറാക്കത്തെന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഫേമസ് നടിയുടെ മാലയാണ്, ഇവർ മരിച്ച സമയത്തും ഈ ഒരു മാല ഇട്ടിരുന്നതെന്ന് പറയാണ്. ഈ സമയം നമ്മുടെ ആ ഒരു ഹെഡ്ഫോൺ വഴി ഇതെല്ലാം നമ്മുടെ ജോക്കർ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ജാക്കിൻ്റെ അടുത്ത് ജാക്ക് അപ്പോൾ ആരാനാണെങ്കിൽ ആ ഒരു നടിയുടെ മകനാണെന്ന് ചോദിക്കുകയാണ്. ആ സമയം ജാക്ക് അതെ അവരുടെ മകനാണ്, പിന്നെ ബോസും അവരും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു, എന്നാൽ ബോസ് അവരുടെ കല്യാണം രജിസ്റ്റർ ചെയ്യാത്തതുകൊണ്ട് തന്നെ അവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നെന്നും അവർക്കൊരു മകൻ ഇങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ലെന്നിങ്ങനെ പറയാണ്. ഇതേ സമയം ആരാനാണെങ്കിൽ തനിക്ക് ആ മാല വേണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്. എന്നാൽ അതിനിപ്പോൾ തന്നെ നമ്മുടെ റോസ് ഇങ്ങനെ വില വിളിക്കുകയാണ്. എന്നാൽ ആരാൻ വിട്ടുകൊടുക്കുന്നില്ല, വിളിച്ച് പോയിട്ട് 30 ലക്ഷം 40 ലക്ഷം എന്നുള്ള കണക്ക് എത്തുന്നുണ്ട്. അതെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഹോപ്പും ജാക്കും എല്ലാം കൂടെ നിർത്ത് വേണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മുടെ അരാനെ തടയാണ്. കാരണം അരാൻ്റെയിലും അത്രയും പൈസ ഇല്ല. നമ്മുടെ ജോക്കറൊക്കെ ഇപ്പുറത്തിരുന്ന് വേണ്ട നിർത്ത്, നമുക്ക് എന്തായാലും അത് വേറെ വഴിക്ക് എടുക്കാമെന്ന് പറയുന്നുണ്ട്. ഈ സമയം അരാനാണെങ്കിൽ പക്ഷേ എനിക്ക് റോസിന് ഇഷ്ടമല്ല, എൻ്റെ അമ്മയുടെ മാല എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരാളുടെ കയ്യിൽ പോകുന്നത് എനിക്ക് തീരെ താല്പര്യമില്ലെന്ന് പറഞ്ഞപ്പോൾ അവരൊക്കെ ആണെങ്കിൽ നമുക്കത് മോഷ്ടിച്ചെടുക്കാം, ഇപ്പം നീ അത് വിട്ട് കളയാൻ പറഞ്ഞിട്ട് നമ്മുടെ അരാൻ തടയുവാണ്. അങ്ങനെ ആ ഒരു മാല ഇപ്പോൾ റോസിന് പോവുകയാണ്.
എന്നിട്ട് റോസാണെങ്കിൽ ഇതെല്ലാം റിസീവ് ചെയ്യാൻ സ്റ്റേജിൽ കയറുന്ന ടൈമിന് നമ്മുടെ ജാക്ക് റോസിൻ്റെ കണ്ണിൽ പെടാതെ മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ അരാനും ഹോപ്പും അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും തിരിച്ചിങ്ങ് എത്തുവാണ്. ആ സമയം അരാനാണെങ്കിൽ തിരിച്ച് റൂമിലെത്തിയിട്ട് അവർ റൂമിൽ നിന്നുണ്ട്. എന്തൊരു കഷ്ടമായി റോസിൻ്റെ കാര്യം, ഇത്രയും പൈസ കൊടുത്ത് വാങ്ങുന്നു, എന്നാൽ ഞാനത് മോഷ്ടിക്കാൻ പോവാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ചിരിച്ചുകൊണ്ടിങ്ങനെ പാട്ടോടിങ്ങനെ നിൽപ്പാണ്. അപ്പോൾ ഇത് കണ്ടും ടാറ്റു ഇവന് വട്ടായെന്നാണ് തോന്നുന്നത്, എന്തോ മാരകമായ അസുഖമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതേ ടൈമിന് നമ്മുടെ ഹോപ്പാണെങ്കിൽ ഒരു ഫേക്ക് ഐ ഡി പോലത്തെ എന്തോ ഒരു സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവനപ്പോൾ കമ്പ്യൂട്ടറിലേക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്ന കണ്ടിട്ട് എല്ലാവരും അതിശയിച്ചിരിക്കുകയാണ്. നമ്മുടെ അരാനും ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നിന്നെ ഇവിടുത്തെ ഗ്രാഫിക് ഡിസൈനറെല്ലാം ആക്കാം, നീ സെറ്റായിട്ടാണല്ലോ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ഹോപ്പ് എനിക്കത് വേണ്ട, എനിക്കാണെങ്കിൽ ആൾക്കാരെടുത്തിട്ട് അടിക്കുന്നത് ഇഷ്ടമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അവനാണെങ്കിൽ ആ തയ്യാറാക്കിയ സംഭവം എന്തോ ഐഡിയ ആണെന്ന് തോന്നുന്നു, കറക്റ്റായിട്ട് കാണിക്കുന്നില്ല, അത് നമ്മുടെ ജോക്കറിൻ്റെ കൊടുക്കുകയാണ്. എന്നിട്ട് ഇനി മോഷ്ടിക്കുന്ന പരിപാടി നമ്മുടെ ജോക്കറിൻ്റെ കാര്യമാണ് എന്നിങ്ങനെ പറയുന്ന ടൈമിന് ജോക്കറാണെങ്കിൽ പക്ഷേ ഒരു പ്രശ്നമുണ്ട്, എനിക്ക് വണ്ടി ഓടിച്ച് പോകാൻ അറിയത്തില്ല എന്ന് പറയാണ്. ഇത് കേട്ട് എല്ലാവരും എൻ്റെ ദൈവമേ ഇത്ര നേരം നീ എന്ത് കൂളായിരുന്നു, ഒറ്റ അടിക്ക് എല്ലാം തീർന്നില്ലേ എന്ന് പറയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ നൈറ്റാണെങ്കിൽ നമ്മുടെ ഹോയിയും ജോക്കറും കൂടെ ആയിട്ട് ഒരു കാറിലിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ജോക്കർ ഓട്ടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഹോയി എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ജോക്കർ എന്നിട്ടും ഓട്ടിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ 100% ശുഭപ്രതീക്ഷയോടെ പറയാം വണ്ടി എവിടെയെങ്കിലും ചെന്ന് ഇടിച്ചിരിക്കും. ആ കണക്കിന് ഓട്ടിക്കുന്നുണ്ട് തന്നെ നമ്മുടെ ഹോയി ആണെങ്കിൽ എൻ്റെ പൊന്നോ മതി നിർത്ത്, ഒന്നിയിൽ ഞങ്ങളുടെ ജീവൻ്റെ കാര്യത്തിൽ തീരുമാനം, അല്ലെങ്കിൽ നീ നിൻ്റെ ജീവൻ തന്നെ കൊണ്ട് കളയും, ആ പോക്കാ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. ഇതേ ടൈമിൽ നമ്മുടെ ജാക്കിനെ കാണിക്കുമ്പോൾ ജാക്കിപ്പോൾ അതായത് നമ്മുടെ ജോക്കറൊക്കെ ചേർന്നിട്ട് ഇപ്പോൾ മോഷ്ടിക്കാൻ പോകുന്ന ടൈമിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഇയർഫോൺ പോലത്തെ ഒരു കുഞ്ഞു സംഭവം, അതായത് നമ്മുടെ ചെവിയിലിരിക്കുന്ന അറിയത്തില്ല, അങ്ങനെ സ്മോളായിട്ടുള്ളൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജാക്കിപ്പോൾ അതൊക്കെ കണക്ട് ചെയ്തിട്ട് അവൻ്റെ ചെവിയിൽ വയ്ക്കുകയാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ നമ്മുടെ ജോക്കറിൻ്റെ ഇപ്പോൾ അവൻ കാറിലിരിക്കുമ്പോൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ജോക്കർ ഹോയിയോട് സംസാരിക്കാൻ നമ്മുടെ ജാക്ക് ആ ചെവിയിൽ വെച്ചതിലൂടെ നമ്മുടെ ജാക്കിന് കേൾക്കാൻ പറ്റുകയാണ്. ഇതൊക്കെ നമ്മുടെ ജാക്ക് ജോക്കറിനോട് അതിൽ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുകയാണ്. പക്ഷേ അതിനു മുമ്പ് തന്നെ നമ്മുടെ ഹോയി ആണെങ്കിൽ ജോക്കറിനോട് സംസാരിച്ച് തുടങ്ങുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ജാക്കിന് ഇതെല്ലാം കേൾക്കാൻ പറ്റുന്നുണ്ട്. ഹോയി ആണെങ്കിൽ നമ്മുടെ ജോക്കറിൻ്റെ അടുത്ത് നമ്മുടെ ഹോയിക്ക് തനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്ന കാര്യവും പിന്നെ എന്താ തൻ്റെ ഗേൾ ഫ്രണ്ട് തന്നെ ഇട്ടിട്ട് പോയതും ജോക്കർ സ്നേഹിക്കുന്ന ആരുമില്ലേ, ജോക്കറിന് എങ്ങനത്തെ ആളെ ഇഷ്ടം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ജോക്കർ എനിക്കിഷ്ടമെന്ന് പറയുമ്പോഴത്തേക്കും നല്ലൊരാളായിരിക്കണം, പിന്നെ ഞങ്ങൾ തമ്മിൽ എന്തൊരു പ്രശ്നം ഉണ്ടായാലും എന്ത് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായാലും അതൊക്കെ തിരുത്താനും കൂടെ നിൽക്കാനും ഒക്കെ മനസ്സുള്ള ഒരാളായിരിക്കണം എന്നൊക്കെ പറയാണ്. അപ്പോൾ നമ്മുടെ ജാക്ക് ഇതൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ്. ജാക്ക് കേൾക്കുന്ന സമയത്ത് ചെറിയൊരു ബ്ലഷും ഒക്കെ അവൻ്റെ മുഖത്ത് വരുന്നുണ്ട്. എന്നാൽ അവയിരുന്ന് ബ്ലഷ് അടിക്കുന്ന കാര്യം അവൻ തന്നെ ആലോചിച്ചിട്ട് അവനാണെങ്കിൽ ഞാനെന്തിനാ ദൈവം ഇങ്ങനെ കാണിക്കുന്നത് ഓർത്തിട്ട് അവൻ്റെ മുഖത്ത് വരുന്ന എക്സ്പ്രഷനെല്ലാം അവൻ അങ്ങ് മാറ്റിക്കളയാണ്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം നമ്മുടെ ജോക്കർ മോഷ്ടിക്കാൻ പോകുന്നതുകൊണ്ട് തന്നെ ഇവനാണെങ്കിൽ പുതിയൊരു ക്യാരക്ടർ റോൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇവനിപ്പോൾ വന്നേക്കുന്നത് ഈ ഗുഡ്സും സംഭവങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ലോറിയൊക്കെ ഓട്ടിക്കുന്ന ഡ്രൈവർ ഉണ്ടല്ലോ, അങ്ങനെ ഒരാളുടെ ഒരു കോലത്തിലാണ്. അപ്പോൾ ഇവനിപ്പോൾ ഒരു ലോറിയുടെ അടുത്ത് നിൽപ്പുണ്ട്. ആ സമയം ഒരാൾ വന്നിട്ട് അല്ല ഇന്ന് ഓട്ടിക്കേണ്ട സോമല്ലേ, പിന്നെ താനെന്താ ഇവിടെ, താൻ പുതിയ ആളാണെന്നൊക്കെ ചോദിച്ച സമയത്ത് നമ്മുടെ ജോക്കറാണെങ്കിൽ ഞാൻ സോമിൻ്റെ മകനാണ്, സോമിന് ഒരു ആക്സിഡൻറ്റ് പറ്റി കൈ അനങ്ങാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ സോമിന് പകരം ഇന്ന് വണ്ടി ഓടിക്കാൻ വന്നേക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമുക്ക് പോവാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ആ ടൈമിന് അയാളാണെങ്കിൽ നിൽക്ക് വെയിറ്റ് ചെയ്യാം, ഒരാളെയും കൂടെ നിൻ്റെ കൂടെ വിടാമെന്ന് പറഞ്ഞിട്ട് വേറൊരാളെയും കൂടെ വിടുന്നുണ്ട്. അങ്ങേരെ കണ്ടാലേ അറിയാം ഇടിച്ച് പരിപ്പിളക്കാൻ പറ്റുന്ന ടൈപ്പുള്ള ഒരാളാണ്. നമ്മുടെ ജോക്കറിനാണെങ്കിൽ കാണുമ്പോൾ പേടിയാവുന്നുണ്ട്, കാരണം സത്യമായിട്ട് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇവൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കും. എന്നാലും ഇവ അഭിനയിച്ചങ്ങ് പോവാണ്. അങ്ങനെ ഒരു പോകുന്ന സമയത്തിന് ഇവനാണെങ്കിൽ നമ്മുടെ വണ്ടിയിൽ എന്തോ ഒരു ബാഡ് സ്മെല്ലുള്ളത് തോന്നുന്നു, അതുകൊണ്ട് ഞാനാണെങ്കിൽ ഒരു എയർ ഫ്രഷ്നർ വെക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞ് എയർ ഫ്രഷ്നർ പോലെ സംഭവം വയ്ക്കുകയാണ്. എന്നാൽ അത് ആക്ച്വലി നമ്മുടെ ടാറ്റു ഉണ്ടാക്കിയതാണ്. അത് മണത്ത് കഴിഞ്ഞാൽ ഒരു 10 സെക്കൻഡിനുള്ളിൽ ആ മണക്കുന്ന ആൾ ഭയങ്കരമായിട്ടുള്ളൊരു ഉറക്കത്തിലേക്ക് വഴുതി വീണു പോകും. അതുകൊണ്ട് തന്നെ അവനത് വച്ചിട്ട് ഇയാളടുത്ത് മണപ്പിക്കാനായിട്ടൊക്കെ പറയുന്നുണ്ട്. ഇതേ ടൈം നമ്മുടെ ടാറ്റു ആണെങ്കിൽ ഇങ്ങനെ ഇവർ രണ്ടുപേരും തമ്മിൽ മൈക്രോഫോൺ വെച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ജോക്കറോട് സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ജോക്കർ എയർ ഫ്രഷ്നർ എടുത്ത് വച്ചു എന്ന് മനസ്സിലായതുകൊണ്ട് ടാറ്റു ഇവിടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ഒരു ബട്ടൺ പോലത്തെ സംഭവത്തിൽ പ്രസ് ചെയ്യുകയാണ്. അതിൽ പ്രസ് ചെയ്തതും ഈ എയർ ഫ്രഷ്നറിൽ നിന്ന് എന്തൊക്കെയോ സ്മെല്ല് വരാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇവൻ്റെ കൂടെ നമ്മുടെ ജോക്കറിൻ്റെ കൂടെ വിട്ട അയാളായിരുന്നു വണ്ടി ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ജോക്കർ ഒരു മാസ്ക് എടുത്ത് വെക്കുകയാണ്. ഇയാൾക്കാണെങ്കിൽ സ്മെല്ലടിച്ചിട്ട് ഇയാളെ ബോധം പോകുന്നുണ്ട്. എന്നാൽ ബോധം പോകുന്നതിന് മുമ്പേ നമ്മുടെ ജോക്കർ എന്തോ പണി ഒപ്പിച്ചെന്ന് മനസ്സിലായിട്ട് ഇയാൾ വണ്ടി സൈഡിൽ ഒതുക്കിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആക്സിഡൻ്റ് ഒന്നും പറ്റിയില്ല. അങ്ങനെ ഇയാളെ ബോധം പോയി കഴിഞ്ഞതും നമ്മുടെ ജോക്കർ ഇയാളെ വണ്ടിയും ചവിട്ടി താഴെയിട്ടിട്ട് ആ വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ്. ഇവൻ നേരെ വന്നത് ഒരു ബാറിലോട്ടാണ്. എനിക്ക് കണ്ടിട്ട് തോന്നിയത് ഈ ബാർ എന്ന് പറഞ്ഞാൽ 5 വർഷം മുമ്പ് നമ്മുടെ ജാക്കും ജോക്കറും ആദ്യമായിട്ട് മീറ്റ് ചെയ്ത നമ്മുടെ ജാക്ക് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ബാറുണ്ടല്ലോ, എനിക്ക് ഇത് കണ്ടിട്ട് ആ ബാറായിട്ടാണ് തോന്നിയത്.
അതാണെന്ന് തന്നെയാണ് എനിക്കിപ്പോഴും ഒരിത്. അപ്പോൾ അവൻ ആ ഒരു ബാറിലെത്തുവാണ്. അവർക്ക് വേണ്ട സംഭവം എന്തോ അത് നമ്മുടെ അരാൻ്റെ മാലയാണെന്ന് തോന്നുന്നു, അതെന്തോ ഇവിടെയാണുള്ളത്. അവനങ്ങനെ അങ്ങോട്ടേക്ക് വന്നിട്ട് നോക്കുന്ന സമയത്ത് ആ ഒരു ബാറിൽ ഒരൊറ്റ മനുഷ്യനില്ല. അങ്ങനെ അവനാണെങ്കിൽ ഇങ്ങനെ ഫുള്ള് നോക്കുന്ന ടൈമിന് ഇവന് ജയിലിൽ വെച്ച് അറിയുന്നതായിരുന്നു 2 ആൾക്കാർ വരെയാണ്. അപ്പോൾ അവരാണെങ്കിൽ ഇവനെ കണ്ടോണ്ടേ നീ ഞങ്ങളെ മറന്നു, അത് ഓർമ്മയുണ്ടോ, ജയിലിൽ വെച്ച് നിന്നെ വെറുതെ വിട്ടു, എന്നാൽ ഇപ്പം വെറുതെ വിടത്തില്ലാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജയിലിൽ വെച്ചിട്ടുണ്ടായ എന്തോ ഒരു പ്രശ്നത്തിൻ്റെ കണക്ക് തീർക്കാനായിട്ട് അവർ നമ്മുടെ ജോക്കറിനെ എടുത്തിട്ട് അടിക്കാൻ തുടങ്ങാണ്. ജോക്കറിന് തടയാൻ പറ്റുന്നില്ല. ഇതേ ടൈമിന് ഇതേ സ്ഥലത്ത് നമ്മുടെ അരാൻ, ജാക്ക്, ടാറ്റു, ഹോയ് ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഇവരെല്ലാവരും ഇതിൻ്റെ ഇടയിൽ കയറുന്നുണ്ട്, അടിച്ച് തടയാൻ ശ്രമിക്കുന്നുണ്ട്. എന്ന് ഇവന്മാരെല്ലാവരും കൂടെ അടിച്ചിടുവാണ്. ഇതേ ടൈമിന് നമ്മുടെ ജാക്കും ജോക്കറും മാത്രം ഒരുവിധം എഴുന്നേറ്റിരിപ്പുണ്ട്. അപ്പോൾ അവരുണ്ടൊരു ഒരു കാര്യം ചെയ്യാം, ഞാനിവിടെ പിടിച്ചു വയ്ക്കാം, നീ ഇവനെ അടിക്കുന്നൊക്കെ നമ്മുടെ ജോക്കർ പറയുന്നുണ്ട്. അവരതുപോലെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ ഇടയിൽ അതിലുള്ള ഒരുത്തൻ നമ്മുടെ ജാക്കിൻ്റെ വയറ്റിലിട്ട് കുത്തുവാണ് കത്തി ഉപയോഗിച്ച്. എന്നിട്ട് അവരങ്ങോട്ട് രക്ഷപ്പെടുവാണ്. ആ സമയത്ത് നമ്മുടെ ജാക്കാണെങ്കിൽ അവനെന്തെങ്കിലും പറ്റിപ്പോകുന്നൊക്കെ ഓർത്തിട്ട് നമ്മുടെ ജോക്കർ വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ പിടിച്ച് എഴുന്നേൽപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട്. നോക്കുമ്പോൾ നമ്മുടെ അരാനൊക്കെ ബോധമില്ലാത്ത അവിടെ സൈഡിൽ കിടക്കുന്ന അടി കൊണ്ടിട്ട് അതിനുശേഷം ടാറ്റുവിനെ കാണിക്കുമ്പോൾ ടാറ്റു ഇതേ ബാറിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ ആ ഒരു ഇവർക്ക് വേണ്ടി വന്ന ആ ഒരു സ്വർണം, ക്യാഷ്, ആ സംഭവമൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങുവാണ്. ആ സമയം അവനാണെങ്കിൽ ആരും കാണാതായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതായത് ഇത് കണ്ടുപിടിച്ച് അരാന് കൊടുക്കാം എന്നുള്ള ഒരു പ്ലാനാണത്. ഇവരുടെ എല്ലാവരും ചെയ്ത പ്ലാനാണ്. എന്നാൽ ടാറ്റു ഇപ്പോൾ അവൻ്റെ കട അടച്ച് തീർക്കാനുള്ളതുകൊണ്ട് തന്നെ വീണ്ടും ഒരു പറ്റിപ്പ് കാണിച്ച് ഈ സംഭവം കൊണ്ട് രക്ഷപ്പെടാനുള്ള പ്ലാനാണ്. എന്നാൽ കറക്റ്റ് ടൈമിന് അങ്ങോട്ടേക്ക് ഹോയ് വന്നിട്ട് നീ പിന്നെ ഈ പണി ഒപ്പിക്കുകയാണോ, ജോക്കർ നമ്മുടെ ഫ്രണ്ടല്ലേ, വീണ്ടും അവൻ നമ്മളെ ഹെൽപ്പ് ചെയ്തല്ലേ, എന്നിട്ട് നീ അവനെ ഇട്ടിട്ട് പോവുകയാണെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ടാറ്റു ആണെങ്കിൽ കടം തീർക്കാൻ വേറെ വഴിയില്ല എന്ന് പറയാണ്. ആ സമയം ഹോയ് നീ പിന്നെ ഇതുപോലെ മോശക്കാരനാവുകയാണെങ്കിൽ നമ്മൾ ഫ്രണ്ട്സായിട്ടിരിക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് ഹോയും പറയാണ്. ആ ടൈമിന് ടാറ്റു ആണെങ്കിൽ എങ്കിൽ ഓക്കെ നമുക്ക് ഫ്രണ്ട്സ് ആയിരിക്കണ്ടേ, എനിക്ക് ഈ ഒരു നെക്ലേസിൻ്റെ ആവശ്യമുണ്ട്, ഇത് വിറ്റാലേ എനിക്ക് എൻ്റെ കടം തീർക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൻ നമ്മുടെ ഹോയ് പറയുന്നത് കേൾക്കാൻ നിൽക്കാതെ നേരെ അവൻ്റെ അമ്മയുടെ സ്ഥലത്തേക്ക് ചെല്ലാണ്. അതായത് അവരിപ്പോൾ ഒരു അമ്പലത്തിൻ്റെ അവിടെയായിട്ട് താമസിക്കുകയാണല്ലോ. അങ്ങനെ അവിടെ ചെന്നപ്പോൾ അവൻ്റെ അമ്മ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഉണ്ടി തന്നെ അമ്മേനെ ഒരിടത്ത് മാറ്റി നിർത്തിയിട്ട് അമ്മ എനിക്ക് ഈ നെക്ലേസ് കിട്ടി, നമുക്കിത് വിറ്റിട്ട് നമ്മുടെ കടം അടച്ച് തീർത്തിട്ട് നമുക്ക് എവിടെയെങ്കിലും പോകാമെന്ന് പറയാണ്. എന്നാൽ അവൻ്റെ അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് ആ ഒരു ഫേമസ് ആയിട്ടുള്ള ആക്ട്രസിൻ്റെ ആ ഒരു മാലയാണ്, കാരണം എല്ലാവർക്കും അറിയാനുള്ള സംഭവമാണ്. അപ്പോൾ അവൻ്റെ അമ്മയാണെങ്കിൽ നീ എന്തിനാ ഇത് മോഷ്ടിച്ച, അവർ മരിച്ചുപോയില്ലേ, അവരുടെ കുടുംബത്തിന് തിരിച്ചു കൊടുക്കുക, എന്തിനാണ് ഇത് മോഷ്ടിച്ചത്, ഈ മാലയൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഇതും വെച്ചുകൊണ്ട് നമുക്ക് ജീവിക്കണ്ട, തിരിച്ചു കൊണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ അമ്മ അവിടെ നിന്ന് നേരെ തിരിച്ച് നടന്നു പോയിട്ട് വീണ്ടും വർക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. അവൻ്റെ അമ്മ ഇതിന് സമ്മതിക്കുന്നില്ല. തന്നെ കൊണ്ട് അപ്പം ഇനി ചെയ്യാൻ പറ്റത്തില്ല, തൻ്റെ അമ്മയുടെ സമ്മതമില്ലാതെ താൻ എങ്ങനെ ഇതിന് ചെയ്യുമെന്ന് ഓർത്തിട്ട് നമ്മുടെ ടാറ്റും ശരി ഓക്കെ ഈ മാല വേണ്ടെന്നുള്ള തീരുമാനത്തിൽ എത്തുന്നുണ്ട്. അതേസമയം ഹോയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് തിരിച്ച് വീട്ടിലെത്തിയിട്ട് നമ്മുടെ ജോക്കറാണെങ്കിൽ ജാക്കിൻ്റെ ആ ഒരു കത്തി കൊണ്ട് ആ ഒരു മുറിവിലൊക്കെ മരുന്ന് വെച്ച് കൊടുക്കുന്നതാണ്. ആ സമയം നമ്മുടെ ജോക്കറാണെങ്കിൽ ആ ഒരു മാല ആരായിരിക്കും എടുത്തിട്ടുണ്ടായിരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയാണ്. അതിനുശേഷം ടാറ്റു തിരിച്ച് അവൻ്റെ റൂമിലേക്ക് വരാണ്. അതായത് അവൻ നേരത്തെ താമസിച്ചിരുന്ന ആ മുറി അവിടെ എത്തിയപ്പോൾ ജോക്കർ ഓൾറെഡി അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ടാറ്റു ഇത് കണ്ടപ്പോൾ ടാറ്റു പെട്ടെന്ന് അവൻ്റെ മനസ്സിൽ മിക്കവാറും ഞാനാണ് ആ മാല എടുത്തതെന്ന് ജോക്കറിന് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്ന് എഴുതിയിട്ട് ഐ എം സോറി, അത് പിന്നെ എനിക്ക് ഇത് കിട്ടിയപ്പോൾ ഞാൻ പെട്ടെന്ന് എടുത്തു വെച്ചേ ഉള്ളൂ എന്ന് പറയാണ്. നമ്മുടെ ജോക്കറിന് ടാറ്റുവാണ് എടുത്തതെന്നറിയാം, എന്നാലും അവനെ കുറ്റക്കാരനാക്കണ്ട, വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്ന എഴുതിയിട്ട് നമ്മുടെ ജോക്കറാണെങ്കിൽ ചിരിച്ചുകൊണ്ട് തന്നെ നീ എടുത്തത് എന്തായാലും നന്നായി, അതുകൊണ്ടിപ്പോൾ അത് സേഫായിട്ട് നമ്മുടെ കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു മാല നമ്മുടെ ടാറ്റു തിരിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ജോക്കർ വാങ്ങുന്നുണ്ട്. ജാക്കും അവിടെ നിൽപ്പുണ്ടായിരുന്നു. അതിനുശേഷം ടാറ്റു അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്ന നൈറ്റ് നമ്മുടെ ജാക്കും ജോക്കറും ബാൽക്കണി ഏരിയയുടെ അവിടെയായിട്ട് നിൽക്കുന്നതാണ്, ടെറസിൻ്റെ അവിടെയാണ്. ആ സമയം അങ്ങോട്ടേക്ക് അരാൻ വരുന്നുണ്ട്. അരാൻ വരുന്നപ്പോൾ തന്നെ ആ ഒരു മാല അരാൻ്റെ കൊടുക്കുകയാണ്. ആ സമയം അരാൻ ഹാപ്പി ആയിട്ട് നിങ്ങൾ ഫസ്റ്റ് ഈ സാമ്പുകളൊക്കെ മോഷ്ടിക്കാൻ ശ്രമിച്ചല്ലോ, പിന്നെ കടക്കാരുടെ ഒരുപാട് സാധനങ്ങൾ അച്ഛൻ്റെയും നിങ്ങൾ എടുത്തായിരുന്നല്ലോ, അതൊന്നും അച്ഛൻ അറിയാതെ ഞാൻ നോക്കിക്കോളാം, നിങ്ങൾക്ക് അതോർത്ത് ഒരു പ്രശ്നവും വരത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കൈയെടുത്ത് പിരിയാണ്. അതിനുശേഷം നമ്മുടെ ജാക്കും ജോക്കറും സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ജാക്കാണെങ്കിൽ നമുക്ക് മുമ്പത്തെ കാര്യങ്ങളെല്ലാം മറക്കാം, നീ എൻ്റെ അടുത്ത് കുറേ സോറി ചോദിച്ച് നടക്കുന്നില്ലേ, ഞാൻ നിൻ്റെ അടുത്ത് എല്ലാത്തിനും ക്ഷമിച്ചു, നമുക്ക് ഫ്രണ്ട്സ് ആവാമെന്ന് പറയാണ്. ഇത് കേട്ടിട്ട് നമ്മുടെ ജോക്കറിനും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഇതിനുശേഷം കാണിക്കുന്നത് റോസിനെയാണ്. റോസാണല്ലോ നമ്മുടെ ഈ അരാൻ്റെ അമ്മയുടെ മാല വാങ്ങിച്ചത്. പക്ഷെ അതിപ്പോൾ മോഷണം പോയതുകൊണ്ട് തന്നെ റോസ് അവളുടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളുടെ അടുത്ത് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ തന്നെയാണ് നമ്മുടെ ജോക്കർ ആ ഒരു ലോറി ഓടിക്കുന്ന ഡ്രൈവറായിട്ട് അഭിനയിച്ച് വന്നപ്പോൾ അവന് ഇങ്ങനെ അവൻ്റെ കൂടെ മറ്റൊരാളെ വിട്ടിട്ട് ആ ഒരു ലോറി എടുത്ത് പൊക്കോളാന്നൊക്കെ പറഞ്ഞിട്ട് ജോലി ഏൽപ്പിച്ചത്. അപ്പോൾ അയാൾ നമ്മുടെ റോസ് ദേഷ്യപ്പെട്ടിട്ട് താൻ എന്താണ് വിചാരിച്ചത്, 30 മില്യൻ്റെ സാധനമുണ്ട്, എനിക്ക് കുറേ പൈസ ഉണ്ടായിരിക്കും, എന്നാലും പൈസയുടെ വില എനിക്ക് നന്നായിട്ട് അറിയാം, എന്തിനാ അത് കൊണ്ട് കളഞ്ഞത്, അത് ആരാ മോഷ്ടിച്ചെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്
അത് പിന്നെ ഈ ഒരു പയ്യനാണെന്ന് പറഞ്ഞിട്ട് അയാൾ നമ്മുടെ ജാക്കിൻ്റെ ഫോട്ടോ എടുത്ത് കാണിക്കുകയാണ്. കാരണം ആ ഒരു ബാറിൽ വെച്ചിട്ട് അടി നടക്കുന്ന സമയത്ത് ഇവരാണെങ്കിൽ ഒരു പക്ഷേ ജാക്കിനെ കണ്ടിട്ടുണ്ടായിരിക്കും. പിന്നീട് നമ്മുടെ ജോക്കറിൻ്റെ കൂടെ ജയിലിലുണ്ടായിരുന്ന 2 പേരാണല്ലോ അടി ഉണ്ടാക്കാൻ വന്നത്. അതൊരു പക്ഷേ നമ്മുടെ റോസിൻ്റെ ആൾക്കാർ തന്നെയായിരിക്കും. നമ്മുടെ റോസ് ആരും അറിയാതെ, അല്ലെങ്കിൽ അത് കളഞ്ഞു പോകാതിരിക്കാനാണ് ആ ഒരു ഗുഡ്സ് വണ്ടിയിൽ അത്രയും സാധനങ്ങളുടെ ഇടയിൽ ഈ ഒരു മാല സേഫായിട്ട് കൊണ്ടുവന്നത്. എന്നാലും ഇത് മോഷണം പോയിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ജാക്കിൻ്റെ ഫോട്ടോ കണ്ടിട്ട്. പക്ഷേ എന്തോ നമ്മുടെ റോസ് ദേഷ്യപ്പെടുന്നില്ല. കാരണം റോസിന് ഫസ്റ്റ് കണ്ടപ്പോൾ തൊട്ട് നമ്മുടെ ജാക്കിൻ്റെ അടുത്ത് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാണുമ്പോഴും അവനോട് ദേഷ്യപ്പെടാതിരിക്കുകയാണ്. ആ സമയം ഇവർക്ക് ആ ഫോട്ടോ എടുത്ത അവളുടെ അസിസ്റ്റൻ്റായിട്ടുള്ള അയാളാണെങ്കിൽ ഈ പയ്യൻ ബോസിൻ്റെ ഒരു വർക്കറായിട്ട് ജോലി ചെയ്യുന്ന പയ്യനാണ്. ഇവനോട്ട് അടുക്കണമെങ്കിൽ ഇവന് കുറേ കടങ്ങളുണ്ട്, അതൊക്കെ തീർക്കാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ പറയാണ്. ആ സമയം റോസും ശരിയാണ്, ഇവനുമായിട്ട് ഞാൻ ക്ലോസ് ആവണം എന്നൊരു മൈൻഡ് സെറ്റ് അവൾക്കും വരുവാണ്. അങ്ങനെ അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡിൽ എൻ്റെ ആവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ബൈ.